ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് വരുമ്പോൾ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും. വഴക്കിട്ട് പിരിയുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഏകാന്തതയും അന്യതാബോധവുമായി അവൾ ഊട്ടിയിലെ സ്കൂളിൽ താമസിച്ചു പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ അവളോടൊപ്പം +2 പഠിച്ചിരുന്ന അവളുടെ കസിൻ ജിത്തു. അവരൊരുമിച്ചാണ് വെക്കേഷന് സാധാരണ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ഒരുവിധം കഴിച്ചുകൂട്ടിന്ന് പറയാം. ഇത് എപ്പോഴും പറയുന്നതല്ലേ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഡിസ്റ്റിങ്ഷൻ മിനിമം കാണും. അതെ പ്രിയ, നമുക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് 3 മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാ പോരെ? അതെന്തിനാ? ഒരു ഗെറ്റ് ടുഗദർ, നമ്മുടെ ടോണി മാത്യൂസിന്റെ വക. അവന്റെ ഇവിടുത്തെ വില്ലയില്ലേ, അവിടെ അവനും വർഗീസേട്ടനും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. ഇന്ന് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ അല്ലേ, ഒരു ചെറിയ സെലിബ്രേഷൻ. നമ്മൾ കുറച്ചു പേര് മാത്രം. ജ്യോതിയോട് ഷെർലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെത്തുമ്പോ ലേറ്റ് ആവും ജിത്തു. ഇല്ലെന്നേ, പ്രിയയെ വീട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ. ആ വേർപിരിയലിന്റെ ആഘോഷത്തിനിടയ്ക്ക് കൂട്ടുകാർ തമാശയ്ക്ക് ഒപ്പിച്ച ഒരു വികൃതിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചത്. പ്രിയ, എന്തു പറ്റി? അറിയില്ല. പ്രിയ, എന്താ? എന്ത്? ஹலோ, இங்க அடுத்து ஹாஸ்பிடல் இருக்கா? தெரியாதப்பா. பிரியா, ഹോസ്പിറ്റലിന് ടൗണിലേക്ക് തിരിച്ചു പോകണം. എന്താ പറ്റിയത്? അത് ഒരു ടാക്സി കിട്ടൂ? വിളിച്ചു പറഞ്ഞാ വരും. എന്താ പറ്റിയ കുട്ടിക്ക്? അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ. ബസ്സിൽ വെച്ച് തല കറങ്ങി. എന്റെ കസിനാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചുപോയി. ജ്യൂസാണെന്ന് കരുതി കുടിച്ചതാ. അത്രേ ഉള്ളൂ. അതിന് ഹോസ്പിറ്റലൊന്നും പോണമെന്നില്ല. ഒരു മുറി തുറന്നു തരാം. ഷവറിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിർത്തിയാൽ മതി, ശരിയാവും. പ്രിയ, പ്രിയ,
ഉണർന്നോ? പേടിച്ചു പോയി ഞാൻ. കുറച്ച് ചിന്തകത്തിയെന്നാ ഇങ്ങനെ ബോധം കെടും ഒരാള്. ഷവറിന്റെ ചോട്ടിൽ നിർത്തി തല നനച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല. സാരമില്ല, വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, പോവാൻ നമുക്ക്. അത് കൊള്ളാം. കിടന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോ നനഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി. ഇതെവിടെയാണ്? എന്തിനാ ഇവിടെ വന്നത്? എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? നീ എന്നെ എന്താ ചെയ്തത്? പ്രിയ, ഞാൻ You cheat! അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എന്ന് വെച്ചാൽ അന്നേ അവരൊരു മനോരോഗിയായി. അതെ, എന്നോട് തീരാത്ത പകയെ ഞാൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു. അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യം അറിയാവുന്നത് കൊണ്ടാണ് മിസ്റ്റർ സാഗറുമായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത്. ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി. പക്ഷേ അവൾ മദ്രാസിൽ എന്നെ തേടി വന്നു. എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം. അവിടെ 6 മാസത്തോളം ഒരു മെന്റൽ അസൈലത്തിലായിരുന്നു. പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല. ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ജിത്തു. എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ സ്വാന്തനപ്പെടുത്തലുകൾ ചിലപ്പോൾ മറ്റേത് മരുന്നിനേക്കാളും ഫലം ചെയ്തെന്ന് വരും. നോ, ഐ ഡോണ്ട് വാണ്ട് an explanation. ഇത്രയും പേരുടെ ഡ്യൂട്ടിക്കുള്ളപ്പോ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. എന്താ ഡോക്ടർ? ഇവര് കുളിക്കാൻ കയറുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ്. നൗ ഷീ ഈസ് മിസ്സിംഗ്. മിസ്റ്റർ ജിതേഷ് ഇല്ലേ? ഇല്ല. ആരാ? ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള്. ഒരു വീടിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോ ആണ് ലീവാണെന്ന് പറഞ്ഞു. എവിടെ പോയതാ? ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. എനിക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ. ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ? ഒന്നും പറഞ്ഞില്ല. ഭാര്യയല്ലേ? അതെ. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ? കുടിക്കാൻ കുറച്ച് വെള്ളം. വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാം. അങ്ങോട്ടിരുന്നോളൂ. വെള്ളം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വർഷമായി. എന്താ പേര്? പേര് ശോഭ. ഉച്ചയ്ക്ക് മുമ്പ് ആള് വരുമെന്ന് തോന്നുന്നില്ല. വരട്ടെ, വെയിറ്റ് ചെയ്യാം. വൈകുന്നേരം ആവും ചിലപ്പോ. സാരമില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഫോൺ നമ്പർ തന്നാ ജിത്തോട്ടം വരുമ്പോ വിളിക്കാൻ പറയാം. നേരിട്ട് കാണേണ്ട കാര്യമാണ്. എങ്കിൽ പോയിട്ട് വൈകിട്ട് വന്നോളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ?
ഹലോ പ്രകാശനല്ലേ? ആ ഞാൻ ശോഭ. ജിത്തുവിന്റെ അവിടെ എവിടെ പോകുന്നെന്ന് വല്ലതോ? വന്ന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ? അല്ല വേണ്ട, പ്രകാശേട്ടനൊന്നും ഇങ്ങോട്ട് വരുമോ? അവര് വന്നിട്ടുണ്ട്. അപ്രിയ ജിത്തുവേട്ടന്റെ പഴയ അവര് മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് ജിത്തുവേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. ഇല്ല, അറിയില്ല. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ശരി. എന്താ പ്രിയ